ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെ 4ാം ക്ലാസ്സിലെ സ്മാർട്ട് മെയിൻ എക്സാം 2025-26 നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യം, ആരാണ് താബിയുകൾ? സഹാബികളെ കണ്ട സത്യവിശ്വാസികളാണ്. താബിയുകൾ. ഓപ്ഷൻ എ. 2. യുദ്ധത്തിൽ മുറിവേറ്റ് കിടക്കുമ്പോൾ കുടിവെള്ളം തൊട്ടടുത്തുള്ളവർക്ക് നൽകാൻ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ്? സത്യവിശ്വാസികൾക്കിടയിലെ സാഹോദര്യ ബോധമാണ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത 3. കെട്ടിടത്തിന് പുറത്താണെങ്കിലും കഅബയിൽ ഉൾപ്പെട്ട ഭാഗം എന്താണ്? ഓപ്ഷൻ സി, ഹിജ്ർ ഇസ്മായിൽ. 4. നിരത്തിവെച്ച തലയിണകൾ, വിരിച്ചുവെച്ച പരവതാനികൾ. ഇതൊക്കെ സൂറത്തുൽ ആഷിയയിൽ സ്വർഗത്തിൻ്റെ കാഴ്ചകളെ കുറിച്ച് വിവരിച്ചു. സൂറത്തുൽ ആഷിയ. അടുത്തത് എന്താണ്? അൽ മർഉ അലാ ദീനി ഖലീലിഹി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതൊരാളും അവൻ്റെ കൂട്ടുകാരൻ്റെ ചര്യ അനുസരിച്ച് വിലയിരുത്തപ്പെടുന്നു. അപ്പോൾ ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്താണ് എന്നാണ്. അവിടെ എന്താണ്? ഓപ്ഷൻ ബി, നല്ല കൂട്ടുകാരുമായി കൂട്ടുകൂടണം. ഓപ്ഷൻ ബി ആണ്, നല്ല കൂട്ടുകാരുമായി കൂട്ടുകൂടണം. 6. ലാ യുഹ്സിക അല്ലാഹു അബദ. അള്ളാഹു ഒരിക്കലും അങ്ങയെ കൈവെടിയില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചത് ആരായിരുന്നു? ഖദീജ ബീവിയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ എന്ന ഓപ്ഷൻ എ. 7. മാതാവിൻ്റെ പേര് മറിയം. പ്രവാചകനാര്? മറിയം ബീവിയാണ് മാതാവ്. ആരാണ്? മറിയം ബീവിയാണ് മാതാവ്. ഓപ്ഷൻ ഡി, ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ മാതാവാണ് മറിയം. അടുത്തത് ഭംഗിയുള്ളത് എന്നർത്ഥം. ഓപ്ഷൻ സി, ജമീൽ എന്നതാണ് ഭംഗിയുള്ളത് എന്നത്. 9. ക്ഷമിക്കണം, നിങ്ങളുടെ വാക്തത്വ സ്ഥലം സ്വർഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു സമാധാനിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി, യാസിർ കുടുംബത്തെ. സബ്രൻ അലാ യാസിർ ഫ ഇന്ന മൗഇദുകുമുൽ ജന്ന. യാസിർ കുടുംബമേ, ക്ഷമിക്കുക, നിങ്ങളുടെ വാക്തത്വ കേന്ദ്രം സ്വർഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ യാസിർ കുടുംബം. അടുത്ത് 10. രാവിലെയും വൈകുന്നേരവും വരുന്ന മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അന്ത്യനാളിൽ പാപങ്ങൾക്ക് മാപ്പാക്കണേ, അതിനു വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അടുത്തത് എന്താണ്? 11. ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അറബി ഭാഷയിൽ ശരിയേത്? ഏതാണ്? ഓപ്ഷൻ എ, അബ്ഗാലുൽ ബിലാദ് എന്നതാണ്. അബ്ഗാലുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. അള്ളാഹു താലാക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അധികവും പാഠത്തിൻ്റെ അടിയിലുള്ള ഈ ബോക്സിൽ നിന്നാണ് നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ വന്നത്. പിന്നെ 12. ശുദ്ധിയുള്ളതാണെങ്കിലും ഉളൂയിന് പറ്റാത്ത വെള്ളം. വെള്ളമാണ് തോഹിറായ വെള്ളം. ശുദ്ധിയുള്ളതാണ്, ഉളൂയിന് പറ്റൂല. 13. വുളു എടുക്കുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. അതെന്താണ്? നിസ്കാരത്തിൻ്റെ എന്താണ്? ഫർളാണ്. നിസ്കാരത്തിൻ്റെ ഫർള്. വുളു എടുക്കുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളു ചെയ്യുന്നു എന്ന് മുഖം കഴുകുമ്പോൾ നിയ്യത്ത്. അപ്പോൾ അത് ഫർളാണ്. ഓപ്ഷൻ എ. അടുത്തെന്താണ്? 14. ലാ സ്വലാത്ത ലിമൻ ലാ ഉളു അലഹു. എന്താണ്? ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്താണ്? ഉളു ഇല്ലാത്തവന് നിസ്കാരമില്ല എന്നാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ എ, ഉളു നിസ്കാരത്തിൻ്റെ ഫർളാണ് എന്ന ഓപ്ഷൻ എ ആണ്. അടുത്തത് 15. നിർബന്ധമായും കുളിക്കണം. ആരാണ്? ഓപ്ഷൻ ബി, വലിയ അശുദ്ധിയുള്ളവർ നിർബന്ധമായും കുളിക്കണം. 16. ശൗചം ചെയ്യുന്നതിന് ഉപയോഗിക്കാവുന്ന വെള്ളമല്ലാത്ത വസ്തുക്കൾ എന്താണ്? മാലിന്യം വലിച്ചെടുക്കുന്നവ ആയിരിക്കണം. ഓപ്ഷൻ ഡി. അടുത്തത് 17. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം. ഓപ്ഷൻ സി, കൃത്യസമയത്ത് നിസ്കരിക്കലാണ്. അടുത്തത് എന്താണ്? വർഫൈനി എന്ന് പറഞ്ഞ അർത്ഥം. ഓപ്ഷൻ എ, എന്നെ നീ ഉയർത്തേണമേ. ഓപ്ഷൻ എ ആണ്, എന്നെ നീ ഉയർത്തേണമേ. അടുത്തത് നിസ്കാരത്തിലെ തശഹുദിൽ ഉൾപ്പെട്ട ഒരു വാചകം. തശഹുദ് എന്ന് പറഞ്ഞാൽ അത്തഹിയാത്താണ്. അപ്പോൾ ഓപ്ഷൻ ഡി, അസ്സലാമു അലൈക്ക അയ്യുഹൻ നബിയു. ഇതാണ് ഇവിടെ അത്തഹിയാത്തിൽ നിന്നുള്ളത്. അസ്സലാമു അലൈക്ക അയ്യുഹൻ നബിയു എന്ന ഓപ്ഷൻ ഡി.
അടുത്തത് 20 ഖുർആൻ പാരായണ നിയമങ്ങൾ. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി തജ്വീദ്. 21 തജ്വീദ് നിയമങ്ങളുമായി കൂടുതൽ ബന്ധമുള്ള അക്ഷരങ്ങൾ. തജ്വീദ് നിയമവുമായി കൂടുതൽ ബന്ധമുള്ളതാണ് ഉന്നത്ത് ചെയ്യേണ്ട മീമുൻ നൂനും. ഷദ്ദുള്ള മീമുൻ നൂനിനും ഉന്നത്ത് വേണമെന്നുള്ള മീമ് നൂന്. അപ്പോൾ അവിടെ ഓപ്ഷൻ എ. അടുത്തത് 22 അയ്യുഹും ബിദാലിക്കയെ സുക്കൂനുള്ള മീം പാരായണം ചെയ്യേണ്ടത്. അയ്യുഹും ബിദീനിക്ക സുക്കൂനുള്ള മീമിന് ശേഷം ബാ. അപ്പോൾ ഓപ്ഷൻ സി ഇഖ്ഫാ ചെയ്താണ് അവിടെ പാരായണം ചെയ്യേണ്ടത്. അടുത്ത 23 ഹിക്കുമത്തും ബാലിയ. അവിടെ തൻവീനിൻ്റെ വിധി എന്താണ് എന്നാ. ഹിക്കുമത്തും ബാലിയ ഇവിടെ തൻവീന് പകരമുള്ള ഒരു മീമിൻ്റെ ഉദ്ദേശം എന്ത് എന്നാണ്. അവിടെ എന്താണ് തൻവീനിനെ ഇക്ലാബ് ചെയ്യണം. തൻവീനിനെ ഇക്ലാബ് ചെയ്യുക എന്ന ഓപ്ഷൻ ബി. ഇക്ലാബ് മീമാക്കി ഉന്നത്ത് ചെയ്യുക. അപ്പോൾ അവിടെ ഓപ്ഷൻ ബി ആണ്. അങ്ങനെ മീം അവിടെ വരുമ്പോൾ അവിടെ ഇക്ലാബിനെ സൂചിപ്പിക്കുന്നതാണ് അവിടെ. അപ്പോൾ തൻവീനെ ഇക്ലാബ് ചെയ്യുക എന്നതാണ് അവിടെ ഉത്തരം ശരി. അടുത്ത 24 ഇഖ്ഫാ എന്നാൽ എന്ത്. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ചു മണിക്കലാണ്. ഓപ്ഷൻ ഡി മറച്ചു മണിക്കൽ. അടുത്ത 25 കസ്റുള്ള അക്ഷരങ്ങളെ നീട്ടാൻ ഉപയോഗിക്കുന്നത്. കസ്റുള്ള അക്ഷരത്തെ നീട്ടാൻ യാ ആണ്. കസ്റയെ നീട്ടാൻ യാ. ഓപ്ഷൻ ബി. അടുത്തത് 26 ഇന്ന സ്വലാത്തി വനുസുക്കി എന്ന ഭാഗം ഉൾപ്പെടുന്നത് വജ്ജഹത്തുവിൻ്റെ പേര് ദുആഉൽ ഇഫ്തിതാ. ഓപ്ഷൻ സി. അടുത്ത 27 ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ. ഇതിന് ശേഷമുള്ള ആയത്ത് ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ. ഇതിന് ശേഷമുള്ള ആയത്ത് ഏതാ. അവിടെ ഓപ്ഷൻ എ ലസ്തു അലൈഹിം ബി മുസൈത്തിർ എന്നാണ് ആ ആയത്തിന് ശേഷമുള്ളത്. അടുത്തത് 28 നിസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്ത്. ഓപ്ഷൻ സി ഇബ്രാഹിമിയ സ്വലാത്താണ്. 29 താഴെ കൊടുത്തവരിൽ ഏറ്റവും മഹത്വമുള്ള പ്രവാചകൻ. താഴെ കൊടുത്തവരിൽ ഏറ്റവും മഹത്വമുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അത് ഓപ്ഷൻ എ. അടുത്തത് എന്താണ് 30 ഹിജ്റ കലണ്ടറിലെ എത്രാമത്തെ മാസമാണ് റമളാൻ. ഹിജ്റ കലണ്ടറിലെ 9ാമത്തെ മാസം. ഓപ്ഷൻ സി 9ാമത്തെ മാസമാണ് റമളാൻ. ഇനി ജനറൽ ആയിട്ടുള്ള ചോദ്യമാണ് 31 മുതൽ നമുക്ക് നോക്കാം. തൊട്ടാവാടിയുടെ ജന്മദേശം. അപ്പോൾ അവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബ്രസീലാണ്. ഓപ്ഷൻ ബി ബ്രസീൽ എന്നതാണ് തൊട്ടാവാടിയുടെ ജന്മദേശം. 32 അധ്യാപക ദിനം ആചരിക്കുന്നത് ആരുടെ ഓർമ്മക്കാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓപ്ഷൻ എ. അടുത്തത് ഇപ്പോൾ സമയം 10:20. 1 മണിക്കൂറും 10 മിനിറ്റും കഴിഞ്ഞാൽ സമയം എത്രയാകും. 11:30 ആകും. ഓപ്ഷൻ സി. അടുത്തത് 34 ടു സ്പീക്ക് വെരി സോഫ്റ്റായിട്ട് സംസാരിക്കുന്നതിന് എന്താണ് വിസ്പർ മന്ത്രിക്കുക എന്ന് പറയില്ലേ. ഓപ്ഷൻ ബി ആണ്. അടുത്തത് 35 ഹി ഡാഷ് പ്ലേ ദ ഫ്ലൂട്ട് ബ്യൂട്ടിഫുള്ളി. അവിടെ ഓപ്ഷൻ സി കുഡ് എന്നതാണ്. കുഡ് എന്ന ഓപ്ഷൻ സി ആണ് അവിടെ ശരിയടപ്പെടുത്തേണ്ടത്. അടുത്തത് മൈ ഫ്രണ്ട് ആൻഡ് ഐ ഡാഷ് ദ പാർക്ക് യെസ്റ്റർഡേ എന്നാണ്. അപ്പോൾ യെസ്റ്റർഡേ ഫ്രണ്ടും ഞാനും എവിടെയൊക്കെ പാർക്കിലേക്ക് പോയി. അപ്പോൾ വെൻറ്റ് ടു എന്ന ഓപ്ഷൻ ഡി ആണ്. അടുത്ത 37 വിച്ച് ഈസ് ദ കറക്റ്റ് വേർഡ്. അതിൽ കറക്റ്റ് വേർഡ് ഏതാണെന്ന്. അപ്പോൾ അവിടെ ഓപ്ഷൻ എ ആണ് ശരിയായത്. താഴെ തന്ന ത്രികോണങ്ങളുടെ ചിത്രമുണ്ട്. അതിൽ എത്ര ത്രികോണം ഉണ്ട് എന്നാണ്. അപ്പോൾ അത് എണ്ണിയാൽ നമുക്ക് 16 ത്രികോണങ്ങൾ കിട്ടും. 16 ഓപ്ഷൻ ഡി ആണ്. അടുത്തതാ 39 ജിയോ ബോർഡിൽ 6 ആണികൾക്ക് റബ്ബർ ബാൻഡ് ഇട്ടു. ഒരു ചതുര രൂപമുണ്ടാക്കി. അതിൽ ഒരു മൂലയിലെ ആണിയിലെ റബ്ബർ ബാൻഡ് ഒഴിവാക്കിയാൽ കിട്ടുന്ന രൂപത്തിന് എത്ര വശങ്ങൾ ഉണ്ടാകും.
എത്ര വശങ്ങളുണ്ടാകും? അപ്പോൾ അതവിടെ 4 വശങ്ങളുണ്ടാകും എന്നതാണ് നമുക്ക് ശരിയായിട്ട് വരുന്നത്. അടുത്തത്, ഒരു ചെറിയ 4 അക്ക സംഖ്യയിൽ നിന്ന് 2 കുറച്ചാൽ, ഒരു ചെറിയ 4 അക്ക സംഖ്യയിൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണ്? അപ്പോൾ അവിടെ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1000 ആണ്. 1000-ൽ നിന്ന് 2 പോയാൽ 998 എന്ന ഓപ്ഷൻ സി ആണ് അവിടെ നമുക്ക് ഉത്തരം കിട്ടുക. അടുത്തത് എന്താണ്? താഴെ പറയുന്നവയിൽ ജീവക ഘടകം ഏതാണ്? അപ്പോൾ അതിൽ ഓപ്ഷൻ സി സൂക്ഷ്മാണു എന്നതാണ്. ഓക്കെ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് കങ്കാരു എലി. ഓപ്ഷൻ ബി കങ്കാരു എലി. 43, കെ നീലകണ്ഠൻ്റെ തൂലികാനാമം എന്ത്? ഇന്ദുചൂടൻ. ഓപ്ഷൻ ബി ഇന്ദുചൂടൻ എന്നതാണ്. 44, ഭൂമിയുടെ കുടലുകൾ എന്ന് വിളിക്കപ്പെടുന്നത് മണ്ണിര. മണ്ണിരയെയാണ് ഭൂമിയുടെ കുടലുകൾ എന്ന് വിളിക്കപ്പെടുന്നത്. അടുത്തത്, മാപ്പിള സാഹിത്യകൃതികളിൽ ഏറ്റവും പഴക്കം ചെന്നതായി അറിയപ്പെടുന്നത് മൊഹീദ്ദീൻ മാലയാണ്. ഓപ്ഷൻ ഡി മൊഹീദ്ദീൻ മാല. 46, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ബംഗാളി ഭാഷയാണ്. ബംഗാളി. 47, ശബ്ദമുണ്ടാക്കാതെ പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് ഏതാണ്? ഓപ്ഷൻ സി മൂങ്ങ. 48, ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ മയിൽ സംരക്ഷണ കേന്ദ്രം. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ എന്ന ഓപ്ഷൻ ഡി ആണ്. ചൂലന്നൂർ. അടുത്തത്, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. 49ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ എന്നതാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്തത് 50, ഇന്ത്യ നാ ദേശു. ഇത് ഏത് ഭാഷയാണ്? ഇന്ത്യ നാ ദേശമു ഇത് ഏത് ഭാഷയാണ്? തെലുങ്ക് ഭാഷയാണ്. തെലുങ്ക് ഭാഷ. ഓപ്ഷൻ ബി തെലുങ്ക് ഭാഷയാണ്. ഇന്ത്യ നാ ദേശമോ എന്നത് തെലുങ്ക് ഭാഷയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 4ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അടുത്ത എക്സാമിലേക്കൊക്കെ ഉപകാരപ്പെടുത്തുന്നവർ ചോദ്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ആൻസർ പഠിക്കുക. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.